കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ ശക്തമായ വെള്ളക്കെട്ട് രാവിലെ വലിയ മഴയിലുണ്ട് എന്നുള്ള സൂചനകളായിരുന്നു നേരത്തെ മുതൽ തന്നെ. ഗതാഗത കുരുക്കടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ 10 മണിയാകുമ്പോഴേക്ക് സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? രഞ്ജിത്ത്, ഇപ്പം മഴ അല്പം തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാൽ പോലും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഒരു 4 മണിക്കൂർ തുടർച്ചയായി നിന്ന് വലിയ ഇന്റൻസിറ്റിയോടെ മഴ പെയ്തത് കൊണ്ടാണ് വെള്ളക്കെട്ട് ഉണ്ടായത്. പക്ഷേ വെള്ളക്കെട്ടുണ്ടായ ഇവിടെ കൊച്ചിയെ സംബന്ധിച്ചിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുക എല്ലാ മഴക്കാലത്തും സ്വാഭാവികമായ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും പ്രധാന റോഡുകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണല്ലോ. ഈ പാലാരിവട്ടം മുതലുള്ള ഭാഗങ്ങൾ, ഇടപ്പള്ളി, പാലാരിവട്ടം, ഈ വൈറ്റില ഭാഗങ്ങളിലൊക്കെ റോഡ് മുഴുവൻ വെള്ളമായിരുന്നു. ഓട ഏതാണ്, കുഴി ഏതാണെന്ന് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ഇരുചക്രവാഹനക്കാരാണ് ഇന്നലെ അധികം ബുദ്ധിമുട്ട്, കടുത്ത ഗതാഗത കുരുക്കായിരുന്നു ഇന്നലെ അനുഭവിക്കേണ്ടി വന്നത്. റോഡിലേക്ക് മുഴുവൻ ഈ അഴുക്ക് ചാലുകളിൽ നിന്നുള്ള വെള്ളം ചേർന്ന് ഒഴുകുന്ന ഒരു സാഹചര്യം. അതുപോലെ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല എന്ന് തന്നെ വേണം. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊട്ടുപോയി എന്നല്ലാതെ മാലിന്യങ്ങളൊക്കെ ഇപ്പോഴും ഓടയിൽ കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായ സമയത്ത് മാലിന്യം നീക്കം ചെയ്യാത്ത, അതായത് പ്രത്യേകിച്ച് ഹരിതകർമ്മസേനയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ഉണ്ടെങ്കിലും കൃത്യമായ സമയത്ത് ഭക്ഷ്യ മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യാത്ത സാഹചര്യങ്ങൾ, വെള്ളത്തിൽ ഓടയിലൊക്കെ മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യം, കുഴിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്ത സാഹചര്യം, ഇങ്ങനെ നിരവധി സാഹചര്യങ്ങളാണ് കൊച്ചി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മഴ ഒന്ന് തോർന്നു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ വലിയൊരു ഗതാഗത കുരുക്കൊന്നും കാണുന്നില്ല. എന്നാലും കാക്കനാട് 20ഓളം വീടുകളിൽ വെള്ളം കയറി അത്താണിയിൽ മണ്ണിടിഞ്ഞ സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പ്രധാന റോഡുകളിലെ വെള്ളമൊക്കെ വലിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. മാത്രമല്ല, ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പ്രഖ്യാപിച്ചതാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്, ഉടൻ തന്നെ സംസ്ഥാനത്തുടനീളം അതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് ഫലവത്തായില്ല എന്ന് തന്നെ വേണം അക്ഷരാർത്ഥത്തിൽ പറയാൻ. കൃത്യമായി ഈ ഒരു മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി സമയത്ത് നടത്താത്തതിൻ്റെ എല്ലാ പാർശ്വഫലങ്ങളും കൊച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു നഗരങ്ങളിലെ പോലെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തെ പോലെ അല്ല കൊച്ചിയിൽ ഇവിടെ പ്രത്യേകിച്ചും പ്രധാന പ്രശ്നം മാലിന്യപ്രശ്നം തന്നെയാണ്. നമ്മുടെ വേങ്ങൂര് 200 ശതമാനം ആളുകൾ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ കാക്കനാട് നിരവധി പേർക്ക് ഹെപ്പറ്റൈറ്റിസ് A, B 2 കാറ്റഗറിയിലുള്ള മഞ്ഞപ്പിത്തം ഇവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ പകർച്ചവ്യാധികളുണ്ട്. പകർച്ചവ്യാധി ഭീഷണിയിലാണ് കൊച്ചി. ഡെങ്കിപ്പനി പടരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും അത് പ്രത്യേകിച്ചും വേങ്ങൂരത്തെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം ശുചീകരിക്കാത്ത അവസ്ഥയിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വെള്ളത്തിലൂടെ പകരുന്ന അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ നിയന്ത്രണാതീതമായി മലിനജലം ഒഴുകുന്ന ഒരു അവസ്ഥ ഈ കൊച്ചി നഗരവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പകർച്ചവ്യാധി ഭീഷണിയിൽ കൊച്ചി ആശങ്കയിലാണ് എന്ന് തന്നെ വേണം പറയാൻ. മറ്റൊരു വിൻഡോയിൽ